ഈ സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള പ്രചരണത്തിൽ നിങ്ങൾ കൂട്ടു നിൽക്കരുത്. ദേശാഭിമാനിയും കൈരളി നടത്തിക്കോട്ടെ. കാരണം ദേശാഭിമാനിയും കൈരളിയും നടത്തുന്നതിനെ എല്ലാ മാധ്യമപ്രവർത്തകരും ഒരുമിച്ച് കൂട്ടു നിൽക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെയുള്ള പെരുമാറ്റം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ, കാരണം അത് പാർട്ടി പത്രമായതുകൊണ്ടും അല്ലല്ല, ഞാൻ അതിൻ്റെ കാരണം പറഞ്ഞുതരാം, വളരെ വ്യക്തമായിട്ടുള്ള കാരണം പറഞ്ഞുതരാം. മിനിയാന്ന് NDA മീറ്റിംഗ് നടന്നു. NDA മീറ്റിംഗ് നടന്നതിൽ കെ സുരേന്ദ്രൻ പങ്കെടുക്കാത്തതിൻ്റെ കാരണം സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിച്ചു. അവിടെ ദേശാഭിമാനി കണ്ടത് കെ സുരേന്ദ്രൻ ലഹരി വിരുദ്ധ യാത്രയ്ക്ക് വേണ്ടി പോയി, പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു പരിപാടി നടന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന്. തിരുവനന്തപുരത്ത് നടന്നത് അറിയാത്ത, അപ്പോൾ അങ്ങനെയുള്ള പത്രങ്ങളെക്കുറിച്ച് എടുത്തു പറയേണ്ടി വരും. അത് മാധ്യമ താല്പര്യമല്ല, സങ്കുചിത പാർട്ടി താല്പര്യമാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാണത് പറയുന്നത്. അതല്ല എന്ന് പറഞ്ഞാൽ അതാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പോട്ടെ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അതല്ലല്ലോ. എനിക്ക് പറയാനുള്ള രണ്ട് വിഷയം, ഒന്ന് മുനമ്പത്തിൻ്റെ പേരിൽ നടക്കുന്ന ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം. പലസ്തീനിലെ ദുഃഖം കാണുന്നവർ മുനമ്പത്തെ ദുഃഖം എന്തുകൊണ്ട് കാണുന്നില്ല? ഇതാണ് ഞാൻ പറഞ്ഞത് ദേശാഭിമാനിയുടെ കൈരളിയുടെ പ്രശ്നം. നിങ്ങൾ ഇപ്പം ഞാൻ കണ്ടത് ഒരു ചാനലിൽ എമ്പുരാൻ വിഷയം വരുന്നതിന് മുമ്പ് അയച്ച നോട്ടീസാണ് പൃഥ്വിരാജിൻ്റെതാണ്. കൈരളി പറയുമ്പോൾ എന്താ പറയുക, എമ്പുരാൻ വന്നതിന് ശേഷം നോട്ടീസ്.